അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ബോർഡിലെ ഷോർട്ട് സർക്യൂട്ട് ആണ്. മുമ്പ് ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് ഇതൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയൊരു ബോർഡാണ്. ഇതിൽ നമ്മൾ എന്താ കണ്ടീഷൻ നോക്കുകയാണ്, എന്നിട്ട് ഇത് ഷോർട്ട് ആണോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് പവർ സപ്ലൈ മീറ്റർ വെച്ചിട്ട് എവിടെയാണ് ഷോർട്ട് എന്ന് കണ്ടെത്തണം. അപ്പോൾ തന്നെ റോസിംഗ് ഫ്ലക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കണ്ടീഷൻ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മൾട്ടിമീറ്റർ ഏത് മോഡലായിട്ടുണ്ട്? ഡയോഡ് മോഡല് ഇടണം അല്ലേ? കിട്ടിയതിനു ശേഷം നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ബോർഡ് എന്താ കണ്ടീഷൻ എന്നുള്ളത്. ഇപ്പൊ എത്ര വരുന്നത്? 500 താഴെയാണ് അല്ലേ? ഒരു 388 ഒക്കെയാണ് വരുന്നത്. ഇനി ഞാൻ ഇതിന് ഓപ്പോസിറ്റ് വെക്കുകയാണ്. ഓപ്പോസിറ്റ് വെക്കുമ്പോഴുള്ള വാല്യൂ ജസ്റ്റ് നോക്കുക. എത്ര വരുന്നത്? 1000 താഴെ തന്നെയാണ്, അല്ലെങ്കിൽ 500 താഴെയാണ് വരുന്നത്. ഈ കണ്ടീഷൻ നമ്മൾ എന്താ പറയാ? ഹാഫ് ഷോട്ട് എന്ന് പറയും അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊക്കെ വരുന്ന ഹാഫ് ഷോട്ട് ആണെങ്കിൽ നമുക്ക് ഒരു വിധമൊക്കെ ഏതിൽ കണ്ടെത്താൻ കഴിയും? പവർ സപ്ലൈ മീറ്ററിൽ തന്നെ അത് എവിടെയാണ് ആ ഷോട്ട് എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പവർ സപ്ലൈ മീറ്ററിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പവർ സപ്ലൈ മീറ്ററിൽ വേറൊരു ഓൺ ഓഫ് സ്വിച്ച്, മെയിൻ ഓൺ ഓഫ് സ്വിച്ച് ഉള്ളൂ, അല്ലാതെ വേറെ അഡീഷണൽ ഓൺ ഓഫ് സ്വിച്ച് ഈ മീറ്ററിന് വരുന്നില്ല. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കേബിൾ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് ഇവിടെ കൊടുത്തു വെക്കണം. കൊടുത്തു വെക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് എന്ത് ചെയ്യും, കൊടുത്തു വെക്കുന്നുണ്ട്. ഇനി എന്താണ്, ആംബിയർ ഞാൻ കുറച്ച് കുറക്കുന്നുണ്ട്. നമ്മൾ 5 ആംബിയറിലാണ് എടുക്കുന്നത്. 5 ആംബിയർ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 1 ആംബിയറിൽ വെച്ചിട്ട് ചെയ്യാം. കാരണം ഒരുപാട് ആംബിയർ കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ടുള്ള ഭാഗം ചിലപ്പോൾ ഓവറായിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ആവാനും കത്താനും വരെ ചാൻസ് ഉണ്ട്. അവിടെ നമുക്ക് ജസ്റ്റ് ഒരു 1 ആംബിയർ വെച്ചിട്ട് ഒന്ന് കൊടുത്തു നോക്കാം. അതിൽ ഹീറ്റ് ആവണില്ല, മനസ്സിലാവണമെങ്കിൽ മാത്രം നമ്മൾ ഇനി ആംബിയർ കൂട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് 1 ആംബിയർ കറണ്ടോടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ എന്തുണ്ടാവും, ഹീറ്റ് ആവുന്നുണ്ടാവും. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ എന്താവുന്നുണ്ട്, ഹീറ്റ് ആവുന്നുണ്ട്. ഇവിടെ കൈകൊണ്ട് തൊടുമ്പോൾ അത്യാവശ്യം ഹീറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടി ആംബിയർ കൂട്ടിയിട്ട് നോക്കാം. അപ്പൊ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആ ഹീറ്റ് ആവുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 ആംബിയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൊടുത്തു നോക്കാം. അപ്പൊ 2 ആംബിയർ എപ്പോഴും അവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോ അത്യാവശ്യം ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏത് ഭാഗമാണ് ശരിക്കും ഹീറ്റ് നമുക്ക് മനസ്സിലാവുണ്ടാവും? ഇല്ല. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം, റോസിംഗ് ഫ്ലക്സ് ഇട്ടിട്ട് ഒന്നുകൂടെ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് ആണ് ആളാരാന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റോസിംഗ് ഫ്ലക്സ് ഇടാൻ നമ്മൾ സോൾഡറിനാൾ എന്ത് ചെയ്യാം, ഒരു 300 ഡിഗ്രി ഹീറ്റ് ഇടാം. എന്നിട്ട് വേണം സോൾഡറിനാൾ ഉപയോഗിക്കാൻ. എന്നിട്ട് ആ ഒരു ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് നമ്മളിതുപോലെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സോൾട്ട് ഗൺ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ ആ ഒരു വൈറ്റ് സ്മോക്ക് അങ്ങനെ ഫില്ലായി വരും. സോൾട്ട് ഗൺ ഒരിക്കലും ബോർഡിൽ തട്ടാൻ പാടില്ല കേട്ടോ. തട്ടിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫ്ലക്സ് ആവുകയും അതുപോലെ വൈറ്റ് വരില്ല, മറ്റുള്ള ഭാഗത്ത് വൈറ്റ് വന്നും കൂടി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് നമുക്ക് തോന്നിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റോസിംഗ് ഫ്ലക്സ് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ ഇതുപോലെ വൈറ്റ്. അപ്പോൾ റോസിംഗ് ഫ്ലക്സ് ഇട്ടാൽ അത്ര പണിയുള്ളൂ, വലിയ റിസ്ക് ഉള്ള പരിപാടി ഒന്നല്ല, സിമ്പിളായിട്ട് ചെയ്യാം. ഇനി അവിടെ ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്. വേണമെങ്കിൽ ആംബിയർ ഒന്നുകൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്, ഒരു 3 ആംബിയറിലേക്ക് ഇടുന്നുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയമൊന്നും നമ്മളിത് വെച്ച് നിൽക്കില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് നിന്നോളി, നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ ആരാണ് ഷോർട്ട് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ വയർ ഇവിടെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുള്ളൂ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. കണ്ടോ, ഇതിന്റെ മുകളിലെ കളറ് പോയി, വൈറ്റ് കളറ് പിടുത്തം കിട്ടിയോ? ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ശരിക്കും ഒന്ന് കണ്ടു നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, സ്മോക്ക് ഇട്ട് കൊടുക്കാം. ആ കളറ് പോയതിന് മുകളിൽ ഒന്നുകൂടെ സ്മോക്ക് ഇടുക. ഓക്കെ, റൊസിൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, കേബിള് കണക്ട് ചെയ്തിട്ട് ഈ ബോർഡ് ഇവിടെ വെച്ച് കൊടുക്കാം. അങ്ങനെ പിടിക്കാം, എന്നാലും വേണ്ടില്ല, കുഴപ്പമില്ല. എല്ലാവരും കാണുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാണ്, ഇത് കൊടുക്കുകയാണ് കേട്ടോ. കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, അപ്പോൾ കറക്റ്റ് കാണാൻ കഴിയും.
കണ്ടോ? ആ ഒരു കമ്പോണന്റ് ആണ് ഷോർട്ട് ആയിട്ടുള്ളത്. അപ്പൊ ഇനി ആ കമ്പോണന്റ് നമ്മൾ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും അത് തന്നെയാണോ ഷോർട്ട്. ചിലപ്പോൾ മറ്റുള്ള ഏതെങ്കിലും കമ്പോണന്റിന്റെ ഷോർട്ട് കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് ഹീറ്റ് ആവാം, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഷോർട്ടുള്ളതായിട്ട് തോന്നാം. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ബാക്കി ഷോർട്ട് ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? ഷോർട്ടിനെ നോക്കിക്കൂടെ ഏത് ഫോൺ വന്നു കഴിഞ്ഞാലും? ഓക്കെ എന്നാ ശരി.